നമുക്കിപ്പോ സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി. അതുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലേ? അടിപൊളി. എഞ്ചിനീയറായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. സ്പെഷ്യാലിറ്റി തോന്നാനുള്ള കാരണം എല്ലാ കാര്യങ്ങളും ഭയങ്കര ജെന്യൂൻ ആയിട്ട് ആൻസേഴ്സ് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടായിരുന്നു എല്ലാ ഓഫീസിലും. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, എപ്പോഴും അവൈലബിൾ ആയിരുന്നു. സ്പെഷ്യലായിരുന്നു എല്ലാം കൊണ്ടും. നല്ല രീതിക്ക് നമ്മളെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പൊ ജോർജിയ തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? മറ്റു കുറെ കൺട്രീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? പ്ലേസ്മെന്റ് ആയിരുന്നു മെയിൻ ആയിട്ട്. നാട്ടിലെ അതേ സെയിം ഫീസും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട്. പ്ലേസ്മെന്റ് ലാംഗ്വേജ് ഒക്കെ കിട്ടുന്ന എല്ലാം കൊണ്ടും അഡ്വാൻസ് ആയി തോന്നി. അതുകൊണ്ട് പിന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചെയ്യും. ഫീസായാലും നമ്മളിവിടെ പഠിക്കുന്ന ഫീസുകളും ജോർജിയാണ് നഴ്സിംഗിൽ ഇപ്പൊ ഏറ്റവും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു കൺട്രി. പിന്നെ പ്ലേസ്മെന്റും പിന്നെ ഒരു കൺട്രി നോക്കിയുണ്ട്, പക്ഷെ എനിക്കിതാണ് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇവിടെ പഠിച്ചാൽ നമുക്ക് 2 ഇയേഴ്സ് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് അവിടെയാണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് ഇറങ്ങി. മെയിനായിട്ട് എയിംസ്ലോറയുടെ ആ ഒരു സപ്പോർട്ടായിരുന്നു ഏറ്റവും മെയിനായിട്ട് ഉണ്ടായിരുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സാറ്റിസ്ഫൈഡ് ആണ് സർവീസിൽ. ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും